രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കൂട്ടുകാരി ഷൈനിയുടെ വിവാഹം ഉറപ്പിച്ചറിഞ്ഞ് ആൻസി അങ്ങോട്ട് വിളിച്ചായിരുന്നു. എടി, നിന്റെ വിവാഹം ഉറപ്പിച്ചോ? ആടി, ന്യൂ ഇയർ കഴിഞ്ഞ ഉടനെ ഉണ്ട്. കൃത്യമായിട്ട് പറഞ്ഞ ജനുവരി 10. എന്റെ അമ്മച്ചിയെ, അപ്പൊ നിന്റെ ബിച്ചു നിങ്ങൾ നമ്മൾ പ്രണയത്തിലല്ലായിരുന്നോ? ആടി, അതൊക്കെ അങ്ങനെ തന്നെയാ. ബിച്ചുവും ഞാനും കൊടുമ്പിരി കൊണ്ട പ്രണയം തന്നെയാ. ഇതിനിടയിൽ ആ വീട്ടുകാർ ഈ കല്യാണം ഉറപ്പിച്ചു വന്ന്. ഷൈനി, നിനക്ക് ബിച്ചുവിന്റെ കാര്യം പറയാൻ പാടില്ലേ? അതൊക്കെ വീട്ടുകാർക്ക് അറിയാം. പക്ഷെ അന്യമാസത്തിന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് പോകുന്ന അവർക്ക് ഇഷ്ടമല്ല. ഡാഡിയും മമ്മിയും കട്ട കലിപ്പില്ല. ആ ജോലി എന്നും വഴക്കാ. അതിനിടയില ഡാഡി ഒരു യുവാലോചനയും കൊണ്ടുവന്ന് ഈ തീരുമാനം എടുക്കുന്നത്. അപ്പൊ നിനക്ക് ബിച്ചുവിന്റെ കൂടെ ഒളിച്ചോടി കൂടെ? നിങ്ങൾ വലിയ പ്രണയല്ലേ? അത് സാക്ഷാത്കരിച്ചൊരു നിർവൃതിയെങ്കിലും ഉണ്ടാവില്ല. പിന്നെ അത് വീട്ടുകാർ ആലോചിക്കുന്ന കല്യാണത്തിന് സമ്മതിച്ചു കൊടുക്കുന്നത്. എടി ആൻസി, ബിച്ചുവിനാണെങ്കിൽ ഒരു ജോലിയില്ല. തേരാപാര ചുമ്മാ നടക്കുക. അതുകൊണ്ട് അവൻ തേച്ചിട്ട് പോകാന്നാണോ? ഒരിക്കലുമില്ല. ഈ ഷൈനി അവന്റെ കൂടെ തന്നെ ജീവിക്കും. അപ്പൊ ഈ വിവാഹം? അതൊക്കെ ഈ അച്ചായത്തിയുടെ ഒരു തമാശയല്ലേ. വീട്ടുകാർ വിവാഹവരെ കാര്യം കൊണ്ടെത്തിക്കുക. അതുവഴി കിട്ടുന്ന പണവും പണ്ടായിട്ട് മുങ്ങി വിശുവിന്റെ കൂടെ അടിപൊളിയായിട്ട് ജീവിക്കുക. അമ്പടി കേമി, കൊള്ളാലോ നിന്റെ ഐഡിയ. സൂത്രക്കാരച്ഛന്റെ സൂത്രക്കാരി മകള് തന്നെ. പക്ഷേ ഷൈനിയുടെ വീട്ടുകാർ വിവാഹത്തിനുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് വിവാഹത്തലേന്ന് മാത്രമേ വീട്ടിൽ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞു അവളുടെ ഡാഡിയുടെ ബാങ്ക് ലോക്കറിലിട്ട് പൂട്ടി. വിവാഹത്തിനുള്ള ദിവസങ്ങൾ അടുത്തു വന്നു. ഷൈനിയുടെ പ്ലാനിങ് പൊളിഞ്ഞു. വിവാഹ ഡേറ്റിന് തലേനാളായിട്ടും ഷൈനി ഒളിച്ചോടിയ വാർത്ത കേൾക്കാത്തതുകൊണ്ട് ആൻസി വീണ്ടും ഷൈനിയെ വിളിച്ചു. എടി, നീ പിച്ചുവിന് കൂടെ പോകുന്നെന്ന് പറഞ്ഞിട്ട്? സ്വർണവും പണ്ടവും മടക്കം ഞാൻ ഉദ്ദേശിച്ച പോലെ ഡാഡിയുടെ ബാങ്ക് ലോക്കറിലാ. എടി, ഇനി എന്ത് ചെയ്യും? ആൻസി ആശങ്കയോടെ ചോദിച്ചു. അത് കുഴപ്പമില്ല ആൻസി, നീ വിചാരിക്കുന്ന പോലെ വിവാഹ തലേനാളോ മറ്റൊന്നല്ല ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവാഹത്തിന്റെ എല്ലാ എക്സൈറ്റും ഉൾക്കൊണ്ട് വിവാഹം എന്ന മഹനീയ ചടങ്ങിൽ പങ്കാളിയായി അതിൽ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കണമെന്ന് എനിക്കുണ്ട്. കാരണം ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഒളിച്ചോടി ഈ ഒരു ചടങ്ങ് നമുക്ക് ലഭിക്കില്ല. ഇതിന്റെ ഒരു നിർവൃതി എനിക്ക് അനുഭവിക്കണം. അതുപോലെ തന്നെ വീട്ടുകാരുടെ ഒരേ ഒരു മകളായ തന്റെ വിവാഹ ചടങ്ങുകളിൽ അവരുടെ സന്തോഷം സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ ആഗ്രഹം സാധിപ്പിക്കും. എങ്ങനെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാൽ വരൻ്റെ കൂടെ നീ പോവേണ്ടി വരില്ലേ? പോകും. ഒരാഴ്ചയോളം അവൻ്റെ കൂടെ താമസിക്കുകയും ചെയ്യും. എടി, നിനക്കെന്താ വട്ടായോ? ബിച്ചു ഇതിനൊക്കെ സമ്മതിക്കുമോ? എപ്പോഴേ സമ്മതിച്ചു. കാരണം ആ സമയം അവൻ്റെ ജീവിതത്തിലെ നിർണായക ഡിഗ്രി കോഴ്സിന്റെ എക്സാം നടക്കുക. എക്സാം പൂർത്തിയാകുന്നവരെ പിടിച്ചെന്നേ പറ്റൂ. അത് കാരണം ആ ഒരാഴ്ച ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയും. അപ്പോഴേക്കും ബിച്ചുവിൻ്റെ എക്സാം കഴിയും. പിന്നെ ഞങ്ങൾ പറക്കും. ഇത്രയും ആകാംക്ഷയോടെ വിവാഹം കഴിച്ച അയാൾ നിന്നെ ആ ഒരാഴ്ച വെറുതെ വിട്ടെന്ന് കരുതുന്നുണ്ടോ? അതിനുള്ള സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന മഹത്തായൊരു സംഭവം. എന്ത്? പീരിയഡ്സ് ആണെന്ന് പറയും. ഓ, സംശയം തോന്നിയാലോ? എങ്ങനെ സംശയിക്കാനാ? കല്യാണം കഴിഞ്ഞ് കയറി വന്ന പെണ്ണ് ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുകയുള്ളൂ ഏതൊരാളും. ഇതൊക്കെ കേട്ടപ്പോൾ ആൻറ്റിക്ക് കിളി പോയി. സംഭവം ഷൈനി ഉദ്ദേശിച്ച പോലെ തന്നെ നടത്തി. വിവാഹം ഗംഭീരമായും ആഡംബരമായും നടന്നു. ജീവിതത്തിൽ വിവാഹം എന്ന സീക്വൻസിന്റെ എല്ലാ ആസ്വാദനങ്ങളും അനുഭവിക്കും അതിനുള്ള അവസരം കൊടുക്കുകയും ചെയ്ത് അവൾ നേരെ വരന്റെ വീട്ടിലേക്ക് പോയി. എടി ഷൈനി, അവിടെ എത്തിയിട്ട് വിചാരിച്ച പോലെ തന്നെ നീ ഉദ്ദേശിച്ച പോലെ ആയി നടക്കുന്ന ഉറപ്പല്ലേ? ആടി ആൻസി, നീ പേടിക്കണ്ട. അതൊക്കെ ഈ അച്ചായത്തി ഏറ്റ്. ഒരാഴ്ച അവിടെ വരന്റെ വീട്ടിൽ പിടിച്ചു നിന്നു. ബിച്ചുവിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ അവൾ അവിടെ സ്വർണവും പണമൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത പോലെ അവന്റെ കൂടെ ഒളിച്ചോടി. ഒരാഴ്ച പൊട്ടനായ ഭർത്താവിന് പീരിയഡ്സ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് കൂടെ ജീവിച്ചു. സന്ദർഭം കിട്ടിയപ്പോൾ ഷൈനി സ്വർണവും പണമായിട്ട് കടന്നു കളഞ്ഞെന്ന വാർത്ത നാട്ടിൽ പാട്ടായി. മാസം 1-2 കഴിഞ്ഞപ്പോൾ ഇതേ ആൻസിയെ കല്യാണമായി. കല്യാണം കഴിച്ച നാട്ടിലെ ചെറുപ്പക്കാരുടെ കണ്ണിലുണ്ണിയായ മഹിയേട്ടനാണ്. വിവാഹത്തിന്റെ രാത്രി മൈക്ക് പല കൂട്ടുകാരിൽ നിന്ന് ഫോൺ വിളി വന്നു. മഹിയേട്ടാ, എല്ലാവിധ ഭാഗങ്ങളും തീരുന്നു. പക്ഷെ സൂക്ഷിക്കണം, ഷൈനിയുടെ കൂട്ടുകാരിയാ. പൊന്നും പണം വേറെ ചാവിട്ട് പൂട്ടിക്കോ. പിന്നെ രാത്രിയിൽ അതുപോലെ ഒരാഴ്ചത്തേക്കുള്ള ചോപ്പ് പൊടി പിടിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ പറയേ വേണ്ട. ആ ഒരാഴ്ച കഴിഞ്ഞ് ആൻസി അവിടെ കാമന്റെ കൂടെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടൊന്ന് കരുതിയിരുന്നു. എടാ, അതൊക്കെ ഈ മഹിയുടെ അടുത്ത് ചെലവാവില്ല. അവളിപ്പോൾ കിച്ചണിലുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യ ആഘോഷിക്കാൻ പോവാ. ഇനി ഫോൺ സ്വിച്ച് ഓഫ് ആണ് മക്കളെ. അതും പറഞ്ഞ മൈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇരുവരും മുകളിലുള്ള ബെഡ്റൂമിലെത്തി. ഞാനത് ഫ്രഷായി വരട്ടെ. ഫ്രഷ് റൂമിൽ കയറി അവൾ ഞെട്ടിപ്പോയി. ഫ്രഷ് റൂമിൽ നിന്ന് ചാടിയിറങ്ങി ആൻസിയുടെ അലമാരി തുറന്ന് മൈ കാണാതെ മറച്ചുകൊണ്ട് എന്തൊക്കെ എടുത്ത് വീണ്ടും അതിനകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻസി ഫ്രഷ് റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഉടനെ മൈ പോയി ഫ്രഷായി വന്നു. ഇരുവരും ബെഡിൽ ചേർന്നിരുന്ന് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു. ഇരുവരും പരസ്പരം മനസ്സുറന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാത്രി ഏറെ വൈകി. ഇനി കിടക്കാം. മൈ കോഡ് സൈഡിലുള്ള ബെഡ്റൂം ലൈറ്റ് ഓഫ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്യല്ലേ? ആൻസി ബെഡിൽ നിന്ന് തലയിണയും ബ്ലാങ്കറ്റും എടുത്ത് തറയിൽ വിരിക്കാൻ തുടങ്ങി. അവന് കാര്യം മനസ്സിലായില്ല. അപ്പോഴേക്ക് ആൻസി തറയിൽ വിരിച്ച് കിടന്നു. അതെന്താ അവിടെ? അതെ, എനിക്ക് പീരിയഡ്സാ. മൈ അത് കേട്ട് ഞെട്ടി. ഈശ്വര, കൂട്ടുകാർ പറഞ്ഞ പോലെ ഷൈനിയെ പോലെ ഇവളും പോകും. ഷൈനി ഭർത്താവിനെ പൊട്ടനാക്കിയ പോലെ ആൻസിയും തന്നെ പൊട്ടനാക്കിയാണെന്ന് ഒരു നിമിഷം മൈക്ക് തോന്നിപ്പോയി. ഇത് അനുവദിച്ചുകൂടാ. മഹേഷ് ചാടി എഴുന്നേറ്റു. വെറും നിലത്തെടുക്കായിരുന്ന ആൻസിയെ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി. ഇവിടെ കിടന്നു, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് മഹിയും ആൻസിയോട് ചേർന്ന് കിടന്നു. ഒരു പുഷ്പം പോലെ മഹിയേട്ടൻ തന്നെ എടുത്ത് പൊക്കി ബെഡിൽ കൊണ്ടുപോയി കിടത്തിയപ്പോൾ ആൻസി ശരിക്കും അന്തം വിട്ടുപോയി. ഇതിനൊക്കെ മാറിക്കിടക്കേണ്ട ആവശ്യമില്ല. സംഭവം സത്യം തന്നെയല്ലേ?
അതെന്താ മയ്യേട്ട അങ്ങനെ ചോദിച്ച്? സത്യമായിട്ട് എനിക്ക് പീരീഡ്സാ, വേണി തൊട്ട് നോക്ക്. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അതിൻ്റെ ആവശ്യം എന്താ? നിലത്തിറക്കണമെന്ന് കരുതിയാ ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇതിലൊക്കെ പണ്ടത്തെ ആചാര അനുഷ്ഠാനങ്ങളൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല ഈ കാലഘട്ടത്തിൽ. മൈ ആൻസിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷൈനിയെ പോലെ ഷൈനി മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിലൊരു ആൻസിയെയും വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. മൈ ആൻസിയെ സംശയിച്ചില്ല. കൂട്ടുകാരുടെ സംശയങ്ങൾ സംശയമായി നിലനിൽക്കെ ഒരാഴ്ചയ്ക്ക് ശേഷം അവരുടെ മഹിയേട്ടനും ആൻസിയും അടിപൊളിയായി ഒരാതിരാത്രി ആഘോഷിച്ചു.